ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഞങ്ങൾ മൈസൂരിലാണ് ഇപ്പോൾ ഉള്ളത്. അവിടെ നിന്ന് ബാംഗ്ലൂരിലേക്ക് പോകുന്ന ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. മൈസൂർ പാലസിൽ ഫ്ലവർ ഷോ നടക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടതിന് ശേഷമാണ് ഞങ്ങൾ ബാംഗ്ലൂരേക്ക് പോകുന്നത്. നമ്മൾ ബാംഗ്ലൂരേക്ക് പോകുന്നത് എക്സ്പ്രസ് ഹൈവേ കൂടെ ആണ് കേട്ടോ. 1 മണിക്കൂർ കൊണ്ട് മൈസൂരിൽ നിന്ന് ബാംഗ്ലൂർ നമുക്ക് എത്താൻ പറ്റും. അപ്പം ആ ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഇന്ന് മൈസൂർ സൂവിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ച് നമ്മൾ മൈസൂർ പാലസ് കാണാനാണ് കേട്ടോ പോകുന്നത്. പാലസ് നമ്മൾ 2 പ്രാവശ്യം കണ്ടതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം അവിടെ ഫ്ലവർ ഷോ നടക്കുന്നുണ്ട്. അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടേക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മളെ ഓട്ടോക്കാരൻ ചേട്ടന് നമ്മളെ മൈസൂർ പാലസിൻ്റെ ഒരു സൈഡിലായിട്ട് നമുക്ക് വണ്ടി നിർത്തി തന്നിട്ടുണ്ട്. അവിടെ നിന്ന് നമുക്ക് റോഡ് ക്രോസ് ചെയ്തിട്ട് വേണം പാലസിൻ്റെ ഉള്ളിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് സൈഡിലായിട്ട് ഒരുപാട് സാധനങ്ങൾ വിൽക്കുന്ന ആൾക്കാരെ നമുക്ക് കാണാൻ കഴിയും. അവിടെ നിന്ന് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങാം കേട്ടോ. തൊപ്പി അങ്ങനത്തെ, പിന്നെ നമ്മൾ ഓർണമെൻറ്റ്സൊക്കെ ഇട്ട് വെക്കുന്ന പെട്ടിയൊക്കെ ഇല്ലേ, അതുപോലത്തെ കുറേ സാധനങ്ങൾ അവിടെ ഉണ്ട് കേട്ടോ. പിന്നെ എനിക്ക് ഈ സൈക്കിൾ മോഡൽ സാധനങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. നമുക്ക് ടേബിളിലൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള ഒരുപാട് ഡെക്കോർ ഐറ്റംസ് നമുക്കവിടെ വാങ്ങാൻ കിട്ടും. ആവശ്യമുള്ള ആൾക്കാർക്ക് വാങ്ങാവുന്നതാണ്. അവിടെ ഞങ്ങൾ ക്യാപ്പിനൊക്കെ വില ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം വലിയ റേറ്റാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ക്യാപ്പൊന്നും വാങ്ങിയിട്ടില്ല. വണ്ടിയിലുണ്ട് താനും. പിന്നെ മക്കൾക്ക് വെയിൽ കൊള്ളണ്ടെന്ന് വിചാരിച്ചിട്ട് കുറച്ച് സമയത്തേക്ക് വാങ്ങാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ വില കേട്ടപ്പോൾ വാങ്ങിയിട്ടില്ല. അവിടുന്ന് നമ്മൾ തിരിക്കുകയാണ്. ഇതുപോലത്തെ സൈക്കിൾ മോഡൽ ഡെക്കോർ കുറേ ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ അതൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട്. പക്ഷേ ഭയങ്കര പ്രൈസാണ് അവർ പറയുക. നമ്മൾ ഇതെല്ലാം വില കുറച്ച് പറഞ്ഞിട്ടത് പേശി വാങ്ങണം, എന്നാലേ നമുക്കത് കിട്ടും കേട്ടോ. അപ്പം ഞങ്ങളതിനൊന്നും നിന്നിട്ടില്ല. ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് പാലസിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ് കേട്ടോ. അഡൾട്ടിന് 100 റുപ്പീസും കിഡ്സിന് 50 റുപ്പീസുമാണ് ഇവിടെ ടിക്കറ്റിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ. അപ്പോൾ സ്റ്റുഡൻസിന് 30 രൂപ അങ്ങനെ എന്തോ ആണ് കേട്ടോ ഇവിടുത്തെ ടിക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ ഇവിടെ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാനുള്ളൊരു കവാടമുണ്ട്. അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ അകത്തേക്ക് കയറുകയാണ്. ഈ ഒരു പാലസിൻ്റെ ഗ്രൗണ്ടിലാണ് ഫ്ലവർ ഷോ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടുന്ന് ടിക്കറ്റ് എടുത്തതിന് ശേഷം അകത്തേക്ക് കയറുകയാണ് കേട്ടോ. അവിടെ സെപ്പറേറ്റ് പൈസയൊന്നും കൊടുക്കേണ്ടതില്ല. നമുക്ക് ജസ്റ്റ് കയറി കാണാവുന്നതാണ്. ഈ ഒരു മൈസൂർ പാലസിന് ഒരുപാട് കവാടങ്ങളുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രവേശിക്കാൻ പറ്റാത്ത കവാടങ്ങളുണ്ട്, പ്രവേശിക്കാൻ പറ്റിയ കവാടങ്ങളുണ്ട് കേട്ടോ. നമ്മളടുത്ത് ബാഗ്, കവർ അങ്ങനത്തെ എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഒരു മെഷീനിലിട്ടിട്ട് ബാഗൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം അവർ നമുക്ക് ബാഗ് തരുന്നതാണ്. അപ്പം ഞാനും മോനും ബാഗൊക്കെ ചെക്ക് ചെയ്ത് അത് വാങ്ങി ഇപ്പം പാലസിൻ്റെ ഒരു സൈഡിൽ കൂടെ നടക്കുകയാണ് കേട്ടോ. ഇവിടുന്ന് കുറച്ച് മുന്നോട്ട് പോയിട്ടാണ് ഫ്ലവർ ഷോ നടക്കുന്നത്. അടിപൊളിയായിട്ടുള്ളൊരു പാലസാണ്. നിങ്ങൾ ആരെങ്കിലും വന്നിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും വന്നിട്ട് ഈ ഒരു പാലസ് കാണേണ്ടത് തന്നെയാണ് കേട്ടോ. ഞങ്ങളിതിപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണ് ഈ ഒരു പാലസിലേക്ക് വരുന്നത്.
ഇനി ഞങ്ങൾ പാലസിൽ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. ഇനി ഒരു ഓട്ടോ പിടിച്ച് ഞങ്ങൾ റൂമിലേക്ക് പോവാണ്. റൂമിൽ പോകുന്നതിൻ്റെ മുന്നേ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടാണ് റൂമിലേക്ക് പോകുന്നത് കേട്ടോ. റൂമിൽ നിന്ന് ഇറങ്ങുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ മക്കളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ, പിന്നെ ലഗേജും എല്ലാം ഉള്ളതുകൊണ്ട് തന്നെ ആ വീഡിയോ ഒന്നും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പം ഇവിടുന്ന് നമ്മൾ റൂമിൻ്റെ അടുത്ത് തന്നെയുള്ള ഹോട്ടൽ സിദ്ധാർത്ഥ എന്ന് പറഞ്ഞിട്ടുള്ള വെജിറ്റേറിയൻ ഹോട്ടലിൽ പോയിട്ട് ഊണ് കഴിക്കുകയാണ് ചെയ്യുന്നത്. ഊണ് കഴിച്ചതിന് ശേഷം ഹോട്ടലിൽ പോയിട്ട് റൂം വെക്കേറ്റ് ചെയ്തിട്ട് ഇറങ്ങുകയാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ ബാംഗ്ലൂരേക്ക് പോകുന്നത്. ഇപ്പം നമ്മൾ വന്ന ഓട്ടോ ഹോട്ടൽ സിദ്ധാർത്ഥൻ്റെ അടുത്ത് സൈഡാക്കി തന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടുന്ന് റോഡ് ക്രോസ് ചെയ്തിട്ട് ഹോട്ടലിൽ പോയിട്ട് ഫുഡ് കഴിക്കുകയാണ് ചെയ്യുന്നത്.
ഇപ്പം നിങ്ങൾ ഊണ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഇതെന്താ പൂരി ആയിട്ടിരിക്കുന്നതെന്ന് വിചാരിക്കും. ഇവിടുത്തെ ഊണിൽ നമുക്ക് ഫസ്റ്റ് പൂരിയാണ് കേട്ടോ കൊണ്ടുത്തരിക. അതിന് ശേഷമാണ് ചോറ് കൊണ്ടുത്തരിക. നമ്മളിവിടെ 2 മീൽസും ഒരു വെജിറ്റബിൾ ബിരിയാണിയായിരുന്നു വാങ്ങിയത്. വെജിറ്റബിൾ ബിരിയാണി വന്നപ്പം ആൾ പറയുന്നത് എനിക്ക് പൂരി മതി, വെജിറ്റബിൾ ബിരിയാണി വേണ്ട. അങ്ങനെ ലാസ്റ്റ് ഞങ്ങളത് പാർസൽ എടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഊണും കഴിച്ച് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ മക്കൾക്ക് പൂരി നല്ല ഇഷ്ടമായിട്ടുണ്ട്. പൂരിയും സാമ്പാറും കൂട്ടി കഴിക്കുകയാണ് കുട്ടികൾ ചെയ്തത്. അപ്പോൾ നിങ്ങൾ ബാംഗ്ലൂർ മൈസൂരൊക്കെ വരുമ്പോൾ ഈ ഒരു താലി മോഡലിലായിരിക്കും നമുക്ക് ഫുഡ് കൊണ്ടുത്തരിക കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇത് വന്നതിന് ശേഷം ബാക്കി ഫുഡൊക്കെ ഓർഡർ ചെയ്താൽ മതി. നമുക്കൊരു 3 പേർക്ക് തിന്നാനുള്ളൊരു ഫുഡ് ഉണ്ടാവും 2 പേർക്ക് വാങ്ങിയാൽ. അപ്പോൾ ഞങ്ങൾ ഈ ഫുഡൊക്കെ കഴിച്ച് ഹോട്ടലിൽ പോയി റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് വണ്ടിയൊക്കെ എടുത്ത് പോവുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഒരു ചേട്ടൻ ഇങ്ങനെ ബനാന വിൽക്കുന്നത് കണ്ടപ്പോൾ മോനൊരു പൂതി ബനാന വേണം. ഓനിങ്ങനത്തെ റോബസ്റ്റ് പോലത്തെ പഴം ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇതൊരു കിലോ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ ആ ചേട്ടനോട് ബാലൻസ് പൈസയൊക്കെ വാങ്ങിയതിന് ശേഷം ഞങ്ങൾ ബാംഗ്ലൂരേക്ക് പോവുകയാണ് കേട്ടോ. നിങ്ങൾ മൈസൂർ വരുന്ന സമയത്ത് ഹോളിഡേയ്സിൽ മാക്സിമം വരാതിരിക്കുക കേട്ടോ. വീക്ക് ഡേയ്സിൽ തന്നെ വരാൻ നോക്കുക. ഇപ്പോൾ ഞങ്ങൾ എക്സ്പ്രസ് ഹൈവേയിൽ കയറിയിട്ടുണ്ട്. 2023 മാർച്ചിലാണ് ഈ ഒരു എക്സ്പ്രസ് ഹൈവേ ജനങ്ങൾക്ക് വേണ്ടി ഓപ്പൺ ചെയ്ത് കൊടുത്തത്. നരേന്ദ്രമോദിയാണ് ഈ ഒരു എക്സ്പ്രസ് ഹൈവേ ഉദ്ഘാടനം ചെയ്തത് കേട്ടോ. ആദ്യം നമുക്ക് മൈസൂരിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് പോകണമെങ്കിൽ 5 മണിക്കൂറെങ്കിലും ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. ബ്ലോക്കൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. ഞങ്ങൾ ഒരു പ്രാവശ്യം വന്നപ്പോൾ രാത്രിയാണ് ബാംഗ്ലൂർ എത്തിയത്. അപ്പം നിങ്ങൾ ഇപ്പോൾ വരുവാണെങ്കിൽ നിങ്ങൾക്ക് 1 മണിക്കൂർ കൊണ്ട് തന്നെ മൈസൂരിൽ നിന്ന് ബാംഗ്ലൂരിലെത്താൻ പറ്റും. ഈ ഒരു എക്സ്പ്രസ് ഹൈവേ എന്ന് പറയുന്നത് 147 കിലോമീറ്ററാണ്. 100 ആണ് ഇവിടുത്തെ മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത്. അപ്പോൾ നല്ല സ്പീഡ് പോവുകയാണെങ്കിൽ നമുക്ക് ഒരു 3/4 മണിക്കൂർ കൊണ്ടൊക്കെ നമുക്ക് ബാംഗ്ലൂരിലെത്താൻ പറ്റും കേട്ടോ. ഞങ്ങൾ 1800 ആ ഒരു സ്പീഡിലാണ് പോയത്. അതുകൊണ്ട് തന്നെ 1 മണിക്കൂറും ചില്ലറ എടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു എക്സ്പ്രസ് ഹൈവേ എന്ന് പറയുന്നത് പെട്രോൾ പമ്പൊന്നും അധികം ഇല്ല. പിന്നെ എക്സിറ്റൊക്കെ 8 കിലോമീറ്റർ 12 കിലോമീറ്ററൊക്കെയാണ് എക്സിറ്റൊക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം ഫുൾ ടാങ്ക് ഡീസൽ അടിച്ചിട്ടാണ് നോക്കുക. പിന്നെ 2 ടോളുകളാണ് കേട്ടോ ഉള്ളത്. ഓരോ ടോളിലും നമുക്ക് 150 റുപ്പീസാണ് വരുന്നത്. അപ്പം അത് ഫാസ്ടാഗാണ്. ഫാസ്ടാഗ് നിർബന്ധമാണ്. ഫാസ്ടാഗ് എപ്പോഴും റീചാർജ് ചെയ്ത് വെക്കാൻ നോക്കുക ഓരോ യാത്രയിലും. അപ്പം ഫാസ്ടാഗ് ഇല്ലെങ്കിൽ നമ്മൾ ആ ടോളിൽ എത്ര പൈസയാണോ അതിൻ്റെ ഡബിളായിട്ട് നമ്മളോട് വാങ്ങും. അപ്പോൾ നമ്മൾ ഫാസ്ടാഗൊക്കെ ചെയ്തതിന് ശേഷം ഇവിടുന്ന് പുറപ്പെടുവാണ് കേട്ടോ. ഡ്രൈവ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു റോഡ് തന്നെയായിരിക്കും. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ബ്ലോക്കൊന്നും ഇല്ലാതെ വണ്ടി മാക്സിമം സ്പീഡിൽ ഓടിക്കാൻ പറ്റുകയും ചെയ്യും.
അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളങ്ങനെ ബാംഗ്ലൂരിൽ എത്തിയിരിക്കുകയാണ്. ഫസ്റ്റ് തന്നെ ഞങ്ങൾ പോയത് ലാൽബാഗിലേക്കാണ് കേട്ടോ. ഇവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ MG റോഡിലേക്കാണ് പോകുന്നത്. ഇവിടെ ലാൽബാഗിൽ എത്തുമ്പോൾ തന്നെ 5 മണി ആയിട്ടുണ്ട്. ഇവിടെ 7 മണി വരെയാണ് കേട്ടോ ടൈമുള്ളത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാർക്ക് തന്നെയാണ്. ജോഗിങ്ങിനും അല്ലാതെ കുറച്ച് വൈകുന്നേരം ഈവനിങ്ങിന് നടക്കാനൊക്കെ ആയിട്ട് ഒരുപാട് പേര് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് പ്രായമായ ആൾക്കാരൊക്കെ ഇവിടെ വന്ന് കുറേ നേരം സംസാരിച്ചിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. നല്ല പീസ്ഫുൾ ആയിട്ടുള്ളൊരു അന്തരീക്ഷമായിരുന്നു കേട്ടോ. വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ ചെറിയൊരു തണുപ്പും ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 8 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ MG റോഡിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ക്രിസ്മസിൻ്റെ പിറ്റേന്നായതുകൊണ്ട് തന്നെ ഇവിടെ ഫുള്ള് ലൈറ്റൊക്കെ ഇട്ട് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഈ ബാംഗ്ലൂരിൽ MG റോഡിൽ വരുന്നത് കേട്ടോ. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കിവിടെ പാർക്കിംഗ് ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മളെന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇവിടെ അടുത്ത് തന്നെ ഫോറം മാളുണ്ട്. അവിടെ മാളിൽ കയറിയിട്ട് മാളിൽ പാർക്കിങ്ങിലാണ് കേട്ടോ പാർക്ക് ചെയ്തത് വണ്ടി. അതിന് ശേഷം ഇവിടെ MG റോഡ് മൊത്തം കറങ്ങുകയാണ് ചെയ്തത്. നിങ്ങൾ MG റോഡ് വരുവാണെങ്കിൽ ഫോറം മാളിൽ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം ഇവിടെ കറങ്ങുന്നതായിരിക്കും ബെസ്റ്റ്. അവിടെ 1 ഹവറിന് 150 രൂപയാണ് പാർക്കിംഗ് ഫീ വരുന്നത്. എന്നാലും നമുക്ക് നമ്മുടെ വണ്ടി സേഫായിട്ട് വെക്കാനും പറ്റുമല്ലോ. അതുകൊണ്ട് തന്നെ ആ 150 രൂപ നമുക്കൊരു വലിയ പൈസ ആയിട്ട് തോന്നുകയില്ല. അപ്പോൾ ഇതാണ് ഫോറം മാൾ. ഇവിടെ നമ്മൾ വണ്ടി കയറ്റി വണ്ടി പാർക്കിങ്ങിൽ ഇട്ടതിന് ശേഷം
നമ്മൾ ഈ സ്ട്രീറ്റ് കാണാനിറങ്ങുകയാണ് കേട്ടോ ചെയ്യുന്നത്. അവിടെ ഞങ്ങൾ ചുറ്റി നടക്കുന്ന സമയത്ത് നമ്മളെ മലയാളിയുടെ ഒരു കട കണ്ടു കേട്ടോ. അവിടെ നല്ലൊരു റാപ്പ് ഉണ്ടായിരുന്നു, അത് വാങ്ങി കഴിച്ചു. പിന്നെ ഓരോ മാംഗോ ജ്യൂസും അവക്കാഡോ ജ്യൂസാണ് കേട്ടോ കഴിച്ചത്. അപ്പോൾ ഞങ്ങൾ ജ്യൂസും റാപ്പൊക്കെ കഴിച്ചതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങി പിന്നെ മാളിൽ വന്ന് ഇവിടെ ഒരു സർപ്രൈസ് ഗിഫ്റ്റിൻ്റെ ഒരു ഇത് കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു ബോളിന് 99 രൂപയാണ്. GPay ചെയ്തതിന് ശേഷം ഓരോ സർപ്രൈസ് ബോളും നമുക്ക് എടുക്കാവുന്നതാണ്. അങ്ങനെ ആ ബോളൊക്കെ കിട്ടി ആ ഒരു ഹാപ്പിനെസ്സിൽ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ അവിടുന്ന് പോയത് കോറമംഗലം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു മാളിലേക്കാണ് കേട്ടോ. ആ മാളിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തതിന് ശേഷം അവിടുന്ന് നേരെ MG റോഡിൻ്റെ അടുത്ത് റൂം എടുത്ത് സ്റ്റേ ചെയ്യുകയാണ് ചെയ്തത്.
അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ഫ്രണ്ട്സ്. ബാംഗ്ലൂരത്തെ ബാക്കി വിശേഷങ്ങളുമായിട്ട് മറ്റു നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരും. അതുവരേക്കും നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.